അങ്ങനെയാണ് ഒരു സഹാബിയുടെ കച്ചവടത്തിൻ്റെ ആ ചരക്കിൻ്റെ ആ ഒരു ചാക്കിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈയിട്ട് നോക്കുന്നത്. അപ്പോഴാണ് പൂത്ത പ്രൊഡക്റ്റാണ് അദ്ദേഹം വിൽക്കുന്നത് എന്ന് മനസ്സിലായത്, ചരക്കാണ് വിൽക്കുന്നത് എന്ന് മനസ്സിലായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോനെ ഈ കച്ചവടം? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് ദിവസം മുമ്പ് മഴ പെയ്തപ്പോൾ എൻ്റെ ചരക്ക് നനഞ്ഞു പോയതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ അടിയിലുള്ള ഭാഗത്തിന് പൂപ്പ് പറ്റിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുൻവശത്ത് കാണുന്നതിലൊന്നും പൂപ്പില്ലല്ലോ, അതുകൊണ്ട് ആളുകൾ ഇത് തന്നെയായിരിക്കും അടിയിലേക്കുള്ള വസ്തു എന്ന് കരുതിയിട്ടല്ലേ നിങ്ങളോട് അത് വാങ്ങിക്കൊണ്ടു പോവുക. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കച്ചവടം നടത്തുന്ന ആളുകൾ ഈ ഫ്രൂട്ട്സൊക്കെ നല്ല കമനീയമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. 1 കിലോ ആപ്പിൾ വാങ്ങിയാൽ എന്തായിരുന്നാലും അതിലൊരു കെട്ടതോ ഒരു മാങ്ങയാണെങ്കിൽ അവർ വെച്ചിട്ടുണ്ടാവും, അവരങ്ങനെ വിൽക്കൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ആപ്തവാക്യം എല്ലാ കച്ചവടക്കാർക്കും ബാധകമാണ്, എല്ലാ മനുഷ്യർക്കും ബാധകമാണ്. മൻ ഗശ ഫലൈസ മിന്ന, ആരെങ്കിലും വഞ്ചനാപൂർവ്വം ബിസിനസ് നടത്തിയാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല. അതുകൊണ്ട് മദീനയുടെ ഓരോ മണ്ണും ഓരോ വിശ്വാസിക്കും പകർന്നു നൽകുന്ന നുറുങ്ങുവെട്ടങ്ങൾ, വെളിച്ചങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് തേടിയിട്ട് കൂടിയായിരിക്കണം ഒരാൾ മദീനയിലേക്ക് ചെല്ലുന്നത്, ഇത് തേടി പിടിക്കാൻ കൂടിയായിരിക്കണം. അവിടെ ഒരു കാലത്ത് വലിയ പട്ടിണിയാണ്, മാർക്കറ്റിലേക്ക് ചരക്കുകൾ വരുന്നില്ല, സിറിയയിൽ നിന്ന് വരുന്നില്ല, യമനിൽ നിന്ന് വരുന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ കച്ചവടക്കാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഒരു ലോഡ് വരുന്നുണ്ട് എന്ന്. അപ്പം പല ഹോൾസെയിൽ എടുക്കുന്ന ആൾക്കാരും വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ചരക്ക് വരുന്നുണ്ട്, അതിൽ 2 ചാക്കെങ്കിലും ഞങ്ങൾക്ക് തരണം, കാരണം കൂടുതൽ ലാഭം കിട്ടുന്ന സമയമാണല്ലോ, മാർക്കറ്റിൽ സാധനം കുറയുന്നു, അപ്പം വില കൂട്ടിയിട്ട് വിറ്റാൽ ആളുകൾ വാങ്ങും. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കാർക്കും, എനിക്ക് വേണമെങ്കിൽ വലിയ പ്രോഫിറ്റ് നിങ്ങൾക്കത് വിൽക്കാം, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വിൽക്കുന്നില്ല. ഈ പട്ടിണിയുടെ സമയത്ത് ആളുകൾക്ക് അന്നം കൊടുത്ത് സഹായിക്കുകയാണ് വേണ്ടത്, അതുകൊണ്ട് എൻ്റെ ഈ മൊത്തം ചരക്കും ഞാൻ ദാനമായിട്ട് നൽകുകയാണ് ആളുകൾക്ക്. കാരണം ഇതിന് നിങ്ങൾ തരുന്നതിനേക്കാളും വലിയ പ്രോഫിറ്റ് നാളെ അള്ളാഹു എനിക്ക് നൽകും. അങ്ങനെ മനുഷ്യരോട് കാരുണ്യം കാണിച്ച, തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്ത ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലം. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അധിപതിയായി തിരഞ്ഞെടുത്ത തോട്ടം, അതിനാണ് ഹദീഖത്തുൽ ബൈഅ എന്ന് പറയുക. അതുപോലെ സഖീഫ ബനു സായിദ എന്ന് പറയും. നമ്മളൊക്കെ ചരിത്രത്തിൽ കേട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി വളരെ പെട്ടെന്ന് മരണപ്പെട്ട ആളെ വളരെ പെട്ടെന്ന് കബറടക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മക്കയിലും മദീനയിലൊക്കെ നേരത്തെ പറഞ്ഞ ഈ മയ്യത്ത് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ആളുകൾ മയ്യത്ത് എടുത്തിട്ട് ഓടുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് കബറിലേക്ക് പോയിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ അയാൾ ഏറ്റുവാങ്ങിക്കൊള്ളട്ടെ, അയാൾ മോശമായ മനുഷ്യനാണെങ്കിൽ കബറിൽ അതിൻ്റെ ശിക്ഷയും വാങ്ങിക്കൊള്ളട്ടെ, അയാളെ വേഗം കബറടക്കണമെന്നാണ്. ഇതിനെ വേറൊരു അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ മരണപ്പെട്ടാൽ ഫ്രീസറിൽ വെക്കുക എന്നതൊന്നും പാടില്ല.